നീ എന്താ തനിച്ച്? ആലീസിനെ കൂടെ വിളിക്കായിരുന്നില്ലേ ഒരു കൂട്ടിന്? ഒരുപാട് നേരം വരുന്ന ഇങ്ങനെ ആലോചിച്ച് പോയാൽ പിന്നെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിലുണ്ടെങ്കിലും തനിച്ചായിപ്പോയി, ഒറ്റക്കായിപ്പോയി എന്നൊരു തോന്നൽ വന്നു പോകും നിനക്ക്. വാ നടക്ക്. എന്നിട്ടിന്ന് വക്കീലെന്താ പറഞ്ഞത് നീ ചെന്ന് കണ്ടപ്പോ? മരിക്കുന്നതിൻ്റെ അന്നും പറഞ്ഞിരുന്നു അച്ഛൻ വക്കീലിനോട് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് ബാക്കിയുള്ളത് മുഴുവൻ എൻ്റെയും വരമുദ്രയിലെ കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെക്കണം. അച്ഛനും അമ്മയ്ക്കും ബാംഗ്ലൂരിലേക്ക് പോരണം, എൻ്റെയും കുട്ടികളുടെയും ഒപ്പം വന്ന് താമസിക്കണം എന്നൊക്കെ. അല്ല, പറയുന്നൊരു ടോണ് കേട്ടാ തോന്നും ഒരുപാട് മക്കളെ പെറ്റുകൂട്ടിയ ഒരു തള്ളച്ചിയാണ് നീ. മൊത്തം ലയബിലിറ്റീസ് എത്രയാണെന്നൊരു കണക്ക് തിട്ടപ്പെടുത്താൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏറിയാൽ ഒരാഴ്ച. എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണം എവിടെ നിന്ന് വരുന്നുവെന്ന് നീ അന്വേഷിക്കണ്ട. കടങ്ങൾ വീട്ടിട്ട് നിനക്ക് തിരിച്ചു പോകണം. ബാക്ക് ടു ബാംഗ്ലൂർ. പ്ലീസ്, അച്ഛന്റെ സ്ഥാനത്ത് രവിച്ചായനായിരുന്നെങ്കിൽ പഴയ സഹായങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് എല്ലാം ഏറ്റെടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? മറ്റാരെങ്കിലും, എത്ര അടുപ്പമുള്ള ആളായാലും അഥവാ ആരെങ്കിലും വെച്ച് നീട്ടിയാൽ തന്നെ വാങ്ങുമായിരുന്നു രവിച്ചായൻ. അത് ഫൈറ്റ് ചെയ്യോ അവസാനം വരെ? അൺടിൽ ദ എൻഡ്. എവിടുന്നോ എടുത്തു വളർത്തി ഇത്രയുമൊക്കെ സ്നേഹം തന്നിട്ടും എൻ്റെ ഡാൻസ് കരിയർ, പ്രോഗ്രാംസ്, അനാഥ കുട്ടികൾ, അങ്ങനെ ഓരോരോ പേരും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കയ്യെത്താ ദൂരത്ത് തന്നെയായിരുന്നു ഞാൻ. പലപ്പോഴും കാണാഞ്ഞ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പരാതി പറഞ്ഞിട്ടില്ല രണ്ടാളും ഒരിക്കലും. പക്ഷെ ഇന്നിപ്പോ മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ തോന്നിപ്പോകുന്ന എനിക്ക് എല്ലാം ഏറ്റെടുക്കാൻ എനിക്കൊരു കടപ്പാടുണ്ട് അവരോടെന്ന്. പ്ലീസ്, രവിച്ചായന്റെ പണമല്ല, സപ്പോർട്ട്, അത് മതി, അത് വേണം എനിക്ക്. തൽക്കാലം ബാംഗ്ലൂരിലെ വരമുദ്രയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ചു കാലത്തേക്കൊക്കെ ദേ വിൽ മാനേജ്. പിന്നെ പാവം കുട്ടികൾ, അവരെന്നെ മിസ് ചെയ്യും, എനിക്കവരെ മിസ് ചെയ്യും. പക്ഷെ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എനിക്ക്. ഇച്ചായ, ഇച്ചായ, ഏയ് എന്തു പറ്റേ? ഇച്ചായനെന്താ ഭയങ്കര ഒരു ബലത്തില്? എവിടെ അമ്മു? സോ ദാറ്റ്സ് ഇറ്റ്. അമ്മുനെ അന്വേഷിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മട്ട് കണ്ടപ്പോഴേ വിചാരിച്ചതാ ഞാൻ, ഈ പുള്ളിക്കാരൻ ഇതിനെ ഇന്ന് കരയിച്ചിട്ട് അടങ്ങത്തുള്ളൂന്ന്. ഇറ്റ്സ് ടു ബാഡ്. ആലിസ്, തൽക്കാലം നീ ഡൽഹിക്ക് തിരിച്ചു പോകുന്നില്ല, കുറഞ്ഞതൊരു 2 ആഴ്ചത്തേക്ക്. I'll tell you when to go back. ഇച്ചായ, അമ്മ ഇവിടെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ. രവിച്ചായ, ലുക്ക്, ഞാൻ നോ, ഡോണ്ട് സേ നോ. ഇച്ചായ, ഡോണ്ട് സേ നോ. ആ അമ്മു, ബാങ്കിലും പിന്നെ പലരുടെ കയ്യിലും ഒക്കെ ആയിട്ട് പെട്ടുകിടന്ന ഷെയർസും ഡോക്യുമെന്റ്സും ഒക്കെ ഇതില് തൻ്റെ അച്ഛൻ്റെ വക ഒക്കെ പണമടച്ച് റിലീസ് ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു രവി. ഒറിജിനൽസ് ഒക്കെ വക്കീലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മുവിൻ്റെയും ബാംഗ്ലൂരിലെ കുട്ടികളുടെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്. വാങ്ങിച്ചോളൂ. വെറും 1.25 മില്യന്റെ കാര്യമല്ലേ ഉള്ളു ബായി. തരാന്ന്. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. സെഡ്ജി അയ്യനാ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞില്ലേ പുല്ല്.
ഏ പരാ. യെസ് ഗുഡ് ഈവനിങ് ബോസ്. പിന്നെ എങ്ങനെയുണ്ട് ഗേൾസ്? ഓൾ കജാമജ. യെസ് ബോസ്. ആ പാർട്ടി പട്ടാജിയുടെ ആണെങ്കിലും ആ. പെങ്കൊച്ചുങ്ങളെ നമ്മളേറ്റതാ. മാനം കെടുത്തിയേക്കല്ലേ? ഓക്കെ ബോസ്. अरे भट्टाजी आया नहीं क्या अभी तक? എന്റെ പൊന്ന് സേഠ്ജി, ഈ ഒടയമ്പരാനുണ്ടല്ലോ, ഒടയമ്പരാൻ, ഗോഡ് ആ പുള്ളിക്കാരനെ പറ്റി പറയുന്നത് പോലെയാണ് ഭട്ടാജിയുടെ കാര്യം. ചിലപ്പോ കിടന്ന് മുട്ടിപ്പായി വിളിച്ചാൽ പോലും കാണുകയില്ല. ചിലപ്പോ ചുമ്മാ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, അപ്പ പ്രത്യക്ഷപ്പെട്ടുകളെ. അതാ ഭട്ടാജി. നമസ്തേ ഭട്ടാജി. നമസ്തേ ഭട്ടാജി. വെൽക്കം എവരിബഡി, വെൽക്കം ടു മൈ പാർട്ടി. നോ വി വെൽക്കം യു ഭട്ടാജി, വി വെൽക്കം യു. കം ഓൺ ഫോളോ മീ, കം ഓൺ. इचाय कॉल फॉर यू. चंदन पापा, Yeah. बॉम्बे. अदे हाँ पापा बोलिए. इचाय देख. Hey, hi, it's you. Hey, come on, Ravi, dance with me. You.